ഒരു വെറൈറ്റി പഫ് സ്ലീവാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. 13 ഇഞ്ച് ഇറക്കാണ് സ്ലീവിന് വേണ്ടത്. അതിൽ 1 ഇഞ്ച് നമുക്ക് 13 ഇഞ്ചെടുത്ത 1 ഇഞ്ച് നമുക്ക് തുമ്പ് മടക്കാനായിട്ടിടാം. തുണി രണ്ടായി മടക്കിയിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 12 ഇഞ്ച് ഇറക്കെടുത്തു, എന്നിട്ട് 9 ഇഞ്ച് അതിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി. അതേ വണ്ണം തന്നെ തുമ്പ് ഭാഗത്ത് നമുക്ക് അടയാളപ്പെടുത്താം. കൈയിൻ്റെ ചുവടത്തെ ഭാഗമാണ്. ഇനി നമുക്ക് 3.5 ഇഞ്ച് ആ മൂലയിൽ നിന്ന് അടയാളപ്പെടുത്തി സാധാരണ കൈ വെട്ടണ പോലെ തന്നെ അടയാളപ്പെടുത്തുക. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 4 ഇഞ്ച് 2.5 ഇഞ്ച് എന്നിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഒരു 5.5 ഇഞ്ചാണ് നമുക്ക് കൂടുതൽ വേണ്ടത് പഫ് ഇടാനായിട്ട്. 6 ഇഞ്ച് തരുത്തുമ്പ് അടക്കെടുത്തു. ഇനി നമുക്ക് ഈ 9 ഇഞ്ചിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പിൽ, ഇതേ ഷേപ്പിൽ ഇങ്ങനെ ആ പോയിൻ്റേക്ക് വരയ്ക്കുക. ഉണ്ടോ? ഇങ്ങനെ വരച്ചിടുക. ഇനി കുഴിച്ച് ഈ ബാക്ക് ഭാഗം ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ? ഒരു 1/2 ഇഞ്ച് കയറ്റി വരയ്ക്കുക. ഇനി അത് വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ വരെ സ്ലീവിന് പഫ് ഇടാനുള്ളതാണ്. പഫ് ഇടാനുള്ള അടയാളപ്പെടുത്തി അവിടെ നോച്ചിട്ട് കൊടുക്കണം കട്ട് ചെയ്യുമ്പോൾ. ഇനി 7.5 ഇഞ്ച് കൈത്തുമ്പാണ് എടുത്തു. നമുക്കിതിലെ ഇനി കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴിച്ച് വെട്ടണമെങ്കിൽ വെട്ടാം. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇടാം കേട്ടോ. ഇന്നിപ്പോൾ അതിന് തികയില്ല. 3 മിനിറ്റ് അതിന് പോരായി വരികയാണ്. അത് കാരണം കൊണ്ട് 2 ഷർട്ടായിട്ട് ഇടാം. അങ്ങനെ പഫ് ഇടണം. അവിടെ നോച്ചിട്ട് വയ്ക്കുക. മുകളിൽ ഒരു നോച്ചിട്ട് വയ്ക്കുക. പഫ് സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. കണ്ടോ? ഇങ്ങനെയാണ് പഫ് സ്ലീവ് കട്ട് ചെയ്യുക.